ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഫോക്സ്വാഗൺ ഇന്ത്യയുടെ ജനപ്രിയ SUV-യായ ടൈഗൂൺ പുതിയ ഫേസ് ലിഫ്റ്റ് പതിപ്പോടെ വിപണിയിലെത്താൻ ഒരുങ്ങുകയാണ്. ഏപ്രിൽ 9-ന് വാഹനം ഔദ്യോഗികമായി അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2021 പുറത്തിറങ്ങിയതിനു ശേഷം ടൈഗൂണിന് ലഭിക്കുന്ന ആദ്യത്തെ പ്രധാന അപ്ഡേറ്റാണിത്. പോളോയ്ക്ക് പകരക്കാരനായി എത്തിയ ടൈഗൂൺ ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ് പോലുള്ള ശക്തമായ എതിരാളികളോട് മത്സരിച്ച വിപണിയിൽ സ്വന്തമായ സ്ഥാനം നേടിയിരുന്നു. എന്നാൽ അടുത്തിടെ വിൽപ്പന കുറയുന്ന സാഹചര്യത്തിൽ പുതിയ മാറ്റങ്ങളോടെ തിരിച്ചുവരവിനാണ് കമ്പനി ശ്രമിക്കുന്നത്. പുതിയ ഫേസ് ലിഫ്റ്റ് മോഡൽ, കണക്റ്റഡ് LED DRLുകൾ, ഇലൂമിനേറ്റഡ് ലോഗോ, പുതുക്കിയ ഫ്രണ്ട് ഡിസൈൻ എന്നിവ ഉൾപ്പെടും. കൂടാതെ പുതിയ അലോയ് വീലുകൾ, ടെയിൽ ലാമ്പ് ഡിസൈൻ മാറ്റങ്ങൾ, പുതിയ നിറ ഓപ്ഷനുകൾ എന്നിവയും പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സ്പോർട്ടിയർ ലുക്കാണ് ഈ മോഡലിന് ലഭിക്കുക. അകത്തളങ്ങളിൽ വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ആംബിയന്റ് ലൈറ്റിംഗ്, പനോരമിക് സൺറൂഫ് തുടങ്ങിയ ആധുനിക ഫീച്ചറുകൾ ഉൾപ്പെടും. എഞ്ചിൻ കാര്യത്തിൽ വലിയ മാറ്റങ്ങളില്ലാതെ 1.0 ലിറ്ററും 1.5 ലിറ്റർ TSI യൂണിറ്റുകളും തുടരുമെന്നാണ് സൂചന. ചെറിയ എഞ്ചിനിൽ പുതിയ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഈ പുതുക്കലോടെ ടൈഗൂണിന്റെ വില നിലവിലുള്ളതിൽ നിന്ന് ചെറിയ തോതിൽ ഉയർന്നേക്കും. പുതിയ മാറ്റങ്ങളിലൂടെ വിപണിയിൽ വീണ്ടും ശക്തമായ സ്ഥാനം നേടാനാണ് ഫോക്സ്വാഗൺ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കൻ ടെക് ഭീമനായ ഗൂഗിൾ തങ്ങളുടെ AI പ്ലാറ്റ്ഫോമായ ജെമിനയിൽ പുതിയൊരു സവിശേഷത അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. അവതാർ എന്ന പേരിലുള്ള ഈ ഫീച്ചറിലൂടെ ഉപയോക്താക്കൾക്ക് സ്വന്തം 3D ഡിജിറ്റൽ രൂപം സൃഷ്ടിക്കാൻ സഹായിക്കും. ആൻഡ്രോയിഡ് അതോറിറ്റി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ സംവിധാനം ഇപ്പോഴും വികസന ഘട്ടത്തിലാണെന്നും സാധാരണ ഉപയോക്താക്കൾക്ക് ലഭ്യമല്ലെന്നും വ്യക്തമാക്കുന്നു. ആൻഡ്രോയിഡ് ആപ്പിന്റെ പുതിയ വെർഷന്റെ കോഡിൽ നിന്നാണ് ഈ ഫീച്ചറിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അവതാർ സൃഷ്ടിക്കുന്നതിനുള്ള ഘട്ടങ്ങളും വിശദീകരണങ്ങളും ഉൾപ്പെടുന്ന സ്ക്രീൻഷോട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. എന്നാൽ സർവർ സൈഡ് ആക്ടിവേഷൻ ലഭിക്കാതെ ഇത് പ്രവർത്തനക്ഷമമാകില്ല. ഡിജിറ്റൽ കണ്ടന്റ് സൃഷ്ടി എളുപ്പമാക്കുകയാണ് ഈ ഫീച്ചറിന്റെ പ്രധാന ലക്ഷ്യം. ഗൂഗിൾ മുമ്പ് ആൻഡ്രോയിഡ് XR പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിച്ച ലൈക്കിന്റെ സാങ്കേതിക വിദ്യയുമായി ഈ അവതാർ ഫീച്ചറിന് സാമ്യമുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. വീഡിയോ കോളുകളിലും ഓൺലൈൻ മീറ്റിംഗുകളിലും ഉപയോക്താവിന്റെ ഡിജിറ്റൽ രൂപം സൃഷ്ടിക്കാനാണ് ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പുതിയ അവതാർ ഫീച്ചറിന്റെ ലക്ഷ്യം അതിനേക്കാൾ വിപുലമാണെന്നാണ് സൂചന. ഉപയോക്താക്കൾക്ക് ഓരോ തവണയും സെൽഫി അപ്ലോഡ് ചെയ്യാതെ തന്നെ സ്വന്തം അവതാർ ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയും. വീഡിയോ നിർമ്മാണത്തിൽ ഈ സംവിധാനം ഉപയോഗിക്കാനാകുമോ എന്നതിൽ വ്യക്തതയില്ലെങ്കിലും AI അധിഷ്ഠിത ഉള്ളടക്ക സൃഷ്ടിയിൽ വലിയ മാറ്റത്തിന് ഇത് വഴി തുറക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും വലിയ ഫോൺ നിർമ്മാതാക്കളായിരുന്ന ഫിന്നിഷ് കമ്പനിയായ നോക്കിയ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ ഒരുങ്ങുന്നു. 14,000-ഓളം വരെ ജീവനക്കാരെ പിരിച്ചുവിടാനാണ് കമ്പനിയുടെ തീരുമാനം. ലോകമെമ്പാടും ജീവനക്കാരെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലും ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കും. ഫിൻലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയിൽ 74,000-ഓളം ജീവനക്കാരാണുള്ളത്. ഇതിൽ 17,000-ഓളം ജീവനക്കാർ ഇന്ത്യയിലാണ്. ആഗോളതലത്തിൽ 20% ജീവനക്കാരെയാണ് നോക്കിയ കുറയ്ക്കുകയെന്നാണ് റിപ്പോർട്ട്. ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ ടെക് ഭീമന്മാർ ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നോക്കിയയുടെ തീരുമാനം. മെറ്റ 15,000-ത്തിലധികം ജീവനക്കാരെ പിരിച്ചുവിടാൻ പദ്ധതിയിടുന്നതായും അഭ്യൂഹമുണ്ട്. ഒരു കാലത്ത് ഇന്ത്യൻ ഫോൺ രംഗം അടക്കി വാണിരുന്ന നോക്കിയയുടെ പ്രകടനത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 2025-ലെ 4-ാം പാദത്തിൽ കമ്പനിയുടെ അറ്റ വിൽപ്പന വർഷം തോറും 15% ഇടിഞ്ഞ് 4,290 കോടി രൂപയിലെത്തിയിരുന്നു. മുൻവർഷം ഇതേ പാദത്തിൽ കമ്പനിയുടെ ഇന്ത്യയിലെ അറ്റ വിൽപ്പന 5,000 കോടി രൂപയായിരുന്നു. അതേസമയം നോക്കിയ ഇന്ത്യയിൽ നേതൃമാറ്റവും കൊണ്ടുവന്നിരുന്നു. ഏപ്രിൽ 1 മുതൽ സമർ മിത്തൽ ഇന്ത്യ കൺട്രി ബിസിനസ് ലീഡറായും വിഭ മെഹ്റ ഇന്ത്യ കൺട്രി മാനേജറായും ചുമതലയേൽക്കും. മുൻ ഇന്ത്യ മേധാവി തരുൺ ചബ്ര സ്ഥാനം രാജിവെച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നോക്കിയ ആഗോള ജീവനക്കാരുടെ എണ്ണം കുത്തനെ കുറയ്ക്കുന്നുണ്ട്. 2018-ൽ 1,03,000 ജീവനക്കാരാണ് കമ്പനിയിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് 74,000-ഓളം മാത്രമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.